പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഒന്നാമനാണ് മേഴത്തോൾ അഗ്നിഹോത്രി. ബ്രാഹ്മണ കുടുംബത്തിലെ ആളുകളാണ് അഗ്നിഹോത്രിയെ എടുത്തു വളർത്തിയത്. 342 AD ജനിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പറയപ്പെട്ട പന്തിരുകുലത്തിലെ രണ്ടാമനായ ഇദ്ദേഹത്തിൻ്റെ പേരാണ് രചകൻ. വസ്ത്രങ്ങൾ അലക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. നിലാതീരത്ത് താമസിച്ചിരുന്ന ഒരു അലക്കുകാരിയാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തിയത്. ഉള്ളിയന്നൂർ എന്ന ഗ്രാമത്തിലാണ് പെരുന്തച്ചൻ്റെ ജനനം. തച്ചുശാസ്ത്രത്തിൽ ലോക പ്രശസ്തിയാർജിച്ച ആളായിരുന്നു പെരുന്തച്ചൻ. പറയപ്പെട്ട പന്തിരുകുലത്തിലെ നാലാമനാണ് വള്ളോൻ. വള്ളക്കാരനായിരുന്നു അദ്ദേഹം. പറയപ്പെട്ട പന്തിരുകുലത്തിലെ അഞ്ചാമനാണ് നാറാണത്ത് ഭ്രാന്തൻ. ഇവരുടെ ഒത്തുചേരലിന് പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു അദ്ദേഹം ഒരു വലിയ പാറ ഉരുട്ടി മലയുടെ മേലെ കയറ്റുകയും പിന്നീടത് തിരിച്ച് താഴെയിടുകയും ചെയ്തിരുന്നു. ഇതിലൂടെ വലിയൊരു സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. ഉപ്പുകൊറ്റൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഉപ്പ് വിറ്റായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത്. പന്തിരുകുല കണ്ണിയിലെ ആറാമനാണ് ഇദ്ദേഹം. പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഏഴാമനായ ഇദ്ദേഹത്തിൻ്റെ പേരാണ് വടുതല നായർ. ആയോധന കലകളിൽ മിടുക്കനായിരുന്ന ഇദ്ദേഹം സമൂഹത്തിലെ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു. തെരുവുപാട്ടുകാരനായിരുന്നു പാണനാർ. ഒരു പാണനാർ തന്നെയായിരുന്നു ഇദ്ദേഹത്തെ എടുത്തു വളർത്തിയത്. അതിൽ ഒമ്പതാമനാണ് പാക്കനാർ. പറയ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണ് ഇദ്ദേഹത്തെ എടുത്തു വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ദരിദ്രനായിരുന്നു. ആ കണ്ണിയിലെ 10ാമത്തെയാളായ അകവൂർ ചാത്തനാണ് ഇദ്ദേഹം വളരെയധികം പാണ്ഡിത്യമുള്ളവനായിരുന്നു. അകവൂർ മനയിലെ കാര്യസ്ഥനായിരുന്നു ഇദ്ദേഹം. പന്തിരുവരിലെ ഏക സ്ത്രീജന്മമായ കാരയ്ക്കലമ്മ ആ തലമുറയിലെ 11ാമത്തെ അംഗമാണ്. വായില്ലാത്തവനായി മാറിയ ഇദ്ദേഹം പറയപ്പെട്ട പന്തിരുകുലത്തിലെ അവസാനത്തെ ആളാണ്. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത്.